Sir, okay. Call is now being recorded. Okay, Anka, thank you. Okay. So, ബാക്കിയുള്ളവർ join ചെയ്യട്ടെ. So in the last class we discussed data link layer in internet. In that we discussed a protocol, point-to-point protocol. What is point-to-point protocol? Then what are the two sub-protocols inside this, that is link control protocol LCP and network control protocol NCP. Then we discussed the frame structure of PPP. Then we discussed why this PPP can send or transmit data in a reliable manner, and we discussed why the address field is always 11111. Then the transition diagram of PPP. After that we just started MAC sublayer. So എന്തായിരുന്നു MAC sublayer? What is MAC sublayer? ഒരു ഷെയർഡ് ആയിട്ടുള്ള ചാനൽ, ആ ഷെയർഡ് ആയിട്ടുള്ള ചാനലിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേഷൻ ഷെയർ ചെയ്യുന്നു. സോ ആ ഒരു ചാനലിൻ്റെ അകത്ത് ഹൂ ഗോസ് നെക്സ്റ്റ് ഓൺ ദ ചാനൽ, അല്ലെങ്കിൽ ആരാണ് ആ ചാനൽ വഴി ഡാറ്റ നെക്സ്റ്റ് സെൻഡ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് എ സെറ്റ് ഓഫ് ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോകോൾ ഉള്ള ഒരു ലെയർ ആണ്. ദാറ്റ് ലെയർ ഈസ് കോൾഡ് MAC sublayer. Okay, especially for wireless communication, commonly a channel is shared by more than one station. So who goes next on the channel is a very important decision. That kind of decisions are made by using a set of protocol, and that protocol, all those protocol are in MAC sublayer. Okay, so നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയറിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം: ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ആൻഡ് MAC sublayer, or medium access control layer. ഈ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള എറർ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ എല്ലാ ഫംഗ്ഷൻസും ചെയ്യുന്നത് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ലെയർ ആണ്. ദെൻ ദ സെക്കൻഡ് ലെയർ MAC layer, as said, the MAC layer decides who goes next on the shared channel. ഓക്കെ, സോ ഇത്രയും കാര്യം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു MAC സബ്ലെയറിൻ്റെ അണ്ടറിലുള്ള കുറേ പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാണ് ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. So channel allocation problem. Channel allocation problem, as said, ഒരു ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ വയർലെസ് നെറ്റ്വർക്കിലൊക്കെ ആണെങ്കിൽ സെവറൽ സ്റ്റേഷൻസ് ഒരു സിംഗിൾ ചാനൽ ഷെയർ ചെയ്യും. ഓക്കെ, സോ നോർമലി ഒരു ചാനൽ അറ്റ് എ ടൈം സെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഉണ്ടാവും, പെയറിലായിട്ട് സെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരിക്കും. സോ എങ്ങനെ പെയറിലായിട്ടാണോ സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ആദ്യം സെൻഡ് മീൻസ് ഇൻഡിവിജ്വലായി സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആരാണ് സെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ തീരുമാനിക്കണം. ഓക്കെ, ആ രീതിയിൽ ചാനലിനെ അലോക്കേറ്റ് ചെയ്യണം. And there are two kinds of allocation, that is static allocation and dynamic allocation. Static channel allocation and dynamic channel allocation. So this static channel allocation means, ഇത് നമുക്ക് ഓൾറെഡി ഏകദേശം അറിയാം, കാരണം നമ്മൾ FDM, TDM ഒക്കെ പഠിച്ചിട്ടുണ്ട്, CDM ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. ഈ ഫ്രീക്വൻസി ഡിവിഷൻ അല്ലെങ്കിൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഒക്കെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഒരു ചാനൽ, ആ ചാനലിന്റെ ഒരു ഫ്രീക്വൻസിയുടെ ഒരു പാർട്ട് ഒരു ചാനലിന് മാത്രം അലോക്കേറ്റ് ചെയ്യുന്നു, മീൻസ് ഒരു സ്റ്റേഷന് മാത്രം അലോക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ഗാർഡ് വേൻ ഉണ്ടാവും, ദെൻ അടുത്തൊരു പാർട്ട് അടുത്ത സ്റ്റേഷന് മാത്രം അലോക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് ഈ ഒരു ചാനലിനെ അലോക്കേറ്റ് ചെയ്യാം. ഒരു വലിയ ചാനൽ, ആ ചാനലിന്റെ ബാൻഡ് വിഡ്ത്ത് ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്റ്റേഷൻസിന് കൊടുക്കുന്നു. ആ രീതിയിൽ സ്റ്റാറ്റിക് ആയിട്ട് നമുക്ക് ചാനലിനെ അലോക്കേറ്റ് ചെയ്യാം. ഡൈനാമിക് മീൻസ് അങ്ങനെയൊന്നുമല്ല, അതായത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, ഡൈനാമിക് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഏത് സ്റ്റേഷനാണോ ആ സമയം റിക്വസ്റ്റ് ചെയ്യുന്നത്, ആ സ്റ്റേഷന് ഇഫ് ദ ചാനൽ ഈസ് അവൈലബിൾ അത് ഡൈനാമിക് ആയിട്ട് അങ്ങ് അലോക്കേറ്റ് ചെയ്യുന്നു. ഇഫ് ദ ചാനൽ ഈസ് കംപ്ലീറ്റ്ലി അവൈലബിൾ, കംപ്ലീറ്റ് ബാൻഡ് വിഡ്ത്ത് ആ ഒരു ചാനലിന് കൊടുക്കുന്നു. ഇഫ് ദ ബാൻഡ് വിഡ്ത്ത് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി അവൈലബിൾ, ദെൻ അതിൻ്റെ ഒരു പാർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മെക്കാനിസം ഉണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട്, ആ മെക്കാനിസം ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ബേസിൽ ആ പാർട്ട് മാത്രം ആ ചാനലിന് കൊടുക്കുന്നു. സോ ദാറ്റ്സ് അബൌട്ട് ഡൈനാമിക് അലോക്കേഷൻ. സോ സ്റ്റാറ്റിക് അലോക്കേഷൻ, ഡൈനാമിക് അലോക്കേഷൻ വ്യത്യാസം മനസ്സിലായല്ലോ.
In static channel allocation, a single channel is divided among various users, and each user is given a particular part of that channel. അതാണ് സ്റ്റാറ്റിക് ചാനൽ അലോക്കേഷൻ. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് FDM ആൻഡ് TDM. ഇതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സെമ്മിലും ഒക്കെ ആയിട്ട്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ആൻഡ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്യുന്നു, ഇത് ടൈം സ്ലോട്ട് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. Okay, that kind of static allocation is called static channel allocation. Then the next one is dynamic channel allocation. In dynamic channel allocation, no user is assigned fixed frequency or fixed time slot. ഒരു ഫിക്സഡ് ടൈം സ്ലോട്ടോ ഫിക്സഡ് ഫ്രീക്വൻസിയോ ഒരു യൂസർക്കും അലോക്കേറ്റ് ചെയ്യുന്നില്ല. ആസ് പെർ റിക്വയർമെന്റ് ആ സമയത്തുള്ള സിറ്റുവേഷൻ നോക്കിയിട്ട് ഡൈനാമിക്കലി ആണ് ആ സ്റ്റേഷനെ അലോക്കേറ്റ് ചെയ്യുക, മീൻസ് ചാനലിനെ അലോക്കേറ്റ് ചെയ്യുക ടു ദാറ്റ് സ്റ്റേഷൻ. As I said, either completely or a part of that. ഇതാണ് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ആയിട്ടുള്ള ചാനൽ അലോക്കേഷൻസ്. ദെൻ മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ, അല്ലെങ്കിൽ മീഡിയം ആക്സസ് കൺട്രോളിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ദർ ആർ മെയിൻലി 3 major classification of these multiple access protocols, and that are random access protocol, controlled access protocol, and channelization protocol. സോ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്കിത് കംപ്ലീറ്റ് കവർ ചെയ്യണം. സോ ആക്ച്വലി ഇന്ന് നമുക്കിത് ഒറ്റൊരു ദിവസം കവർ ചെയ്താൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ ഇന്ന് 2 അവർ ഉണ്ടാവും, നെക്സ്റ്റ് അവറും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് തന്നെയായിരിക്കും. സോ ഫസ്റ്റത്തെ അവറിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒന്നാമത്തെ ഈ റാൻഡം ആക്സസ് പ്രോട്ടോകോളിൻ്റെ അകത്ത് വരുന്ന പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്കൻഡ് അവറിൽ കൺട്രോൾഡ് ആക്സസ് protocol and channelization protocol എന്താണ് വരുന്നത് നോക്കാം. ഓക്കെ, സോ ദിസ് മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ ആർ classified into 3 major categories, that is random access protocol, controlled access protocol, and channelization protocol. കുറച്ചൊക്കെ പേരിലുണ്ട്. റാൻഡം ആക്സസ് പ്രോട്ടോകോൾ, കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾ, ചാനലൈസേഷൻ. ഈ റാൻഡം ആക്സസ് പ്രോട്ടോകോൾ മീൻസ് ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഇവിടെ ഉണ്ടായിരിക്കില്ല. കൺട്രോൾഡ് ഈ ബാക്കിയുള്ള 2 എണ്ണവും ഒരു സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് കൺട്രോൾഡ് ആയിട്ടുള്ളതാണ്. ഈ ബാക്കിയുള്ള 2 എണ്ണം ആദ്യത്തേതെന്ന് വെച്ചാൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ളതല്ല. മീൻസ് ചാനൽ അലോക്കേഷൻ അല്ലെങ്കിൽ ചാനൽ റിസർവേഷൻ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ളത് ആയിരിക്കില്ല. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ മനസ്സിലാക്കുക. ദ മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 3, ദാറ്റ് ഈസ് റാൻഡം ആക്സസ് പ്രോട്ടോകോൾ, കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾ, ആൻഡ് ചാനലൈസേഷൻ പ്രോട്ടോകോൾ. ദ റാൻഡം ആക്സസ് പ്രോട്ടോകോൾ മീൻസ് ഒരു സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റൂള് അല്ലെങ്കിൽ ഒരു കൺട്രോൾ പോയിന്റ് ഉണ്ടായിരിക്കില്ല. സ്റ്റേഷന് ഡൈനാമിക്കലി അതിന് തോന്നുന്ന രീതിയിൽ ചാനൽസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് റാൻഡം ആക്സസ് പ്രോട്ടോകോൾ. കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾ മീൻസ് ഒരു കൺട്രോൾഡ് മാനറിലായിരിക്കും ഈ ചാനൽസിനെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ചാനലൈസേഷൻ പ്രോട്ടോകോളും ഒരു കൺട്രോൾഡ് മാനറിൽ തന്നെ, അതായത് പ്രീ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഇന്നയാക്കി ഇന്നത്, ഇന്നയാക്കി ഇന്നത് എന്നുള്ളതൊക്കെ പ്രീ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഇസ് ചാനലൈസേഷൻ പ്രോട്ടോകോൾ. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഈ റാൻഡം ആക്സസ് പ്രോട്ടോകോൾ ഈസ് അൺകൺട്രോൾഡ് way of channel allocation, and controlled and channelization protocol is a controlled way or pre-reserved way of channel allocation. Okay, so exam point of view ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് മൊത്തത്തിൽ ഒരു വലിയ രസയായിട്ട് ചോദിക്കാനുള്ള അത്രയും അതിൽ കൂടുതൽ കണ്ടന്റ് ഉണ്ട്. ബട്ട് ഒരു രസയായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല, ഇതിന്റെ സബ് പാർട്ടായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഈ ഓരോ റാൻഡം ആക്സസ് പ്രോട്ടോകോളിന്റെ അണ്ടറിൽ കുറെ സബ് പാർട്ട് ഉണ്ട്. ഈ സബ് പാർട്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സബ് പാർട്ടിനെ ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ സബ് പാർട്ടിനെ തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സെക്കൻഡ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾ, വാട്ട് ആർ ദ ഡിഫറെന്റ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾ എന്നുള്ള രീതിയിൽ 3 to 4 മാർക്സിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എല്ലാ എക്സാമിനകത്തും ഈ പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, ലൈക്ക് റാൻഡം ആക്സസ് പ്രോട്ടോകോൾ, കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾ, ആൻഡ് ചാനലൈസേഷൻ പ്രോട്ടോകോൾ. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ റാൻഡം ആക്സസ് പ്രോട്ടോകോൾ നോക്കാം. അത്യാവശ്യമുള്ള ഒരു കണ്ടന്റ് ആണ്. ബാക്കി കൺട്രോൾ ആക്സസും ചാനലൈസേഷൻ പ്രോട്ടോകോൾ നമുക്ക് പെട്ടെന്ന് ഒരു ക്ലാസ്സിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് ഐഡിയ. വൺസ് അഗൈൻ, മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ വിച്ച് മീൻസ് ഹൂ ഗോസ് നെക്സ്റ്റ് ഓൺ എ ചാനൽ, അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോട്ടോകോൾസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 3: random access protocol, controlled access protocol, and channelization protocol. Random access protocol means there won't be any control station or there won't be any central point of control. Controlled access protocol means ഒരു control ഉണ്ടായിരിക്കും. Channelization protocol means based on a pre-defined or pre-allocated rule. അതിന്റെ ബേസിലായിരിക്കും channelization protocol ഉണ്ടാവുക. Okay, so the first one, random access protocol.
This random access protocol is also called contention method. ഇവിടെ as I said, there is no control station. ഒരു കൺട്രോൾ സ്റ്റേഷൻ ഒന്നുമില്ല. ഏതൊരു സ്റ്റേഷനും എപ്പോൾ വേണമെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യാം. ഒരു സ്റ്റേഷന് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേഷൻ മാത്രം ഡിസൈഡ് ചെയ്യും, ബാക്കിയുള്ള ആളുമായിട്ടൊന്നും ഡിസ്കസ് ചെയ്യില്ല. ആ സ്റ്റേഷൻ ഡിസൈഡ് ചെയ്യും, ഓക്കെ എനിക്ക് ഡാറ്റ സെൻഡ് ചെയ്യണം, ഞാനിപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യും. ദാറ്റ് ഡിസിഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓൺലി ദാറ്റ് സ്റ്റേഷൻ. ഓക്കെ, ദെൻ ചാനൽ ഇതിലുള്ള കുറച്ച് സബ് പാർട്ട് ഉണ്ട്. ആ സബ് പാർട്ടിൻ്റെ അകത്തുള്ള, അതായത് നമ്മൾ കുറേ ഇതിൽ തന്നെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിൻ്റെ അകത്ത് ചില മെത്തേഡ്സ് ചാനലിൻ്റെ ഉള്ള സിറ്റുവേഷൻ കൂടി നോക്കും, ചാനൽ ബിസി ആണോ ബിസി അല്ലേ എന്നും കൂടി നോക്കും. ബട്ട് ദ സ്റ്റേഷൻ ഇറ്റ്സെൽഫ് ഡിസൈഡ്സ് വെൻ ടു സെൻഡ് ദ ഡാറ്റ. ഓക്കെ, സ്റ്റേഷനാണ് ഡിസൈഡ് ചെയ്യുക എപ്പോഴാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ബട്ട് അതിലുള്ള ചില മെത്തേഡ്സ് ഈ കാരിയറിനെ അല്ലെങ്കിൽ ഈ ഒരു ചാനലിനും കൂടി ഒന്ന് സെൻസ് ചെയ്യും, ലൈക്ക് ഐദർ ഇസ് ബിസി ഓർ നോട്ട്. ഇവിടെ ഒരു ചാനലിന് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഷെഡ്യൂൾ ടൈമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു സ്റ്റേഷൻ എപ്പോഴാണോ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, then that station can decide whether to send the data at that time or not. Okay, that station can transmit the data in a random order. That's why it's called random access protocol. Okay, ഒരു പ്രത്യേക റൂൾ ഒന്നുമില്ല. there is no rule that decide which station should send next. അടുത്ത ഇന്ന സ്റ്റേഷൻ സെൻഡ് ചെയ്യണം എന്നുള്ള ഒരു റൂളൊന്നും, പ്രീ ഡിഫൈൻ റൂളൊന്നും അവിടെ ഇല്ല. ഏതൊരു സ്റ്റേഷന് എപ്പോൾ സെൻഡ് ചെയ്യണം, that station will decide whether to send that or not. Okay, kind of random data sending protocol is called random access protocol. Okay, ഈ റാൻഡം ആക്സസ് പ്രോട്ടോക്കോളിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിഗറിൽ തന്നെ നോക്കിയാൽ മതി. അലോഹ, CSMA, CSMA bar CD, CSMA bar CA. This Aloha is again classified into pure Aloha and slotted Aloha. Okay, ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് ആലോചിക്കുക. റാൻഡം ആക്സസ് പ്രോട്ടോക്കോളിനെ മെയിനായിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അലോഹ, CSMA, CSMA bar CD and CSMA bar CA. Aloha is again classified into pure Aloha and slotted Aloha. Okay, so classification Aloha, CSMA, CSMA bar CD and CSMA bar CA. CSMA means carrier sense multiple access. ഈ CSMA മുതൽ കാരിയറിനെ കൂടി ഒന്ന് സെൻസ് ചെയ്യും, വിച്ച് മീൻസ് ആ ഒരു ചാനലിനെ കൂടി ഒന്ന് സെൻസ് ചെയ്യും. അത് ബിസി ആണോ അല്ലയോ എന്നുകൂടി അവിടെ മുതലൊന്ന് സെൻസ് ചെയ്യും. CSMA bar CD means carrier sense multiple accessന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് CSMA bar CD യും CSMA bar CO, which means ഈ സെക്കൻഡിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഈ തേർഡും ഫോറും. CD means collision detection, CA means collision avoidance. ഈ സെയിം carrier sense multiple access with collision detection ആണ് CSMA bar CD. Carrier sense multiple access with collision avoidance ആണ് CSMA bar CA. Okay, so these are the major classification. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. എന്താണ് അലോഹ, എന്താണ് പ്യൂർ അലോഹ, എന്താണ് സ്ലോട്ടഡ് അലോഹ. ഓക്കെ, സോ ഈ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ ആദ്യം മനസ്സിലാക്കുക. അതിനകത്തുള്ള ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. കുറച്ചൊരു സ്പീഡിൽ പറയുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഇഷ്യൂസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. കാരണം ഈ ഒരു അവർ കൊണ്ട് നമുക്ക് ആ ഫസ്റ്റത്തെ പാർട്ട് കംപ്ലീറ്റ് തീർക്കണം. അതിൻ്റെ അകത്ത് ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ തീർക്കണം. ഓക്കെ, സോ first, Aloha. Aloha was used for ground-based radio broadcasting. Ground-based radio broadcasting ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു കോമൺ ചാനലിൽ സ്റ്റേഷൻസ് ഷെയർ ചെയ്യും, അതായത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പം രണ്ട് സ്റ്റേഷന് സൈമിൾട്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ ആ ഡാറ്റ സൈമിൾട്ടേനിയസ് ആയിട്ട് സെൻഡ് ചെയ്യും. അപ്പം ഒരേ ചാനലിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ സ്റ്റേഷൻസ് ഒന്നും നോക്കാതെ, മീൻസ് വേറെ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്നും നോക്കാതെ ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഇഷ്യൂ ആയിരിക്കും ഉണ്ടാവുക? അതായത് ഒരു റോഡ്, ആ ഒറ്റ റോഡേ ഉള്ളൂ, ആ റോഡിലൂടെ നിങ്ങൾ തോന്നുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ, തോന്നുന്ന രീതിയിൽ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് വേയിൽ പോകുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? ഒരു ചാനൽ, കോമൺ ചാനൽ, ഒന്നിൽ കൂടുതൽ സ്റ്റേഷൻസ്, യാതൊരു കൺട്രോൾഡ് വേയിലും അല്ലാതെ തോന്നുന്ന രീതിയിൽ ഡാറ്റ അതിൻ്റെ സ്റ്റേഷൻ എപ്പോൾ സെൻഡ് ചെയ്യണം തോന്നുന്നോ ആ സമയം ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത്ര ആലോചിക്കാനുണ്ടോ? ഒരു റോഡ്, അതാ ഞാൻ പറഞ്ഞത്, ഒരു റോഡ് നിങ്ങൾ വണ്ടി ഓടിച്ച് തോന്നുന്ന രീതിയിൽ പോവുകയാണ്, ഒരു റൂൾ ഒന്നുമില്ലാതെ തോന്നുന്ന രീതിയിൽ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക?
ഓക്കെ സുഷ്മ, കൊളീഷൻ ആൻഡ് ഇന്റർഫറൻസ്. ഇതിൽ കൊളീഷൻ ഇതാണ് നമ്മുടെ പോയിന്റ്. പാക്കറ്റ് തമ്മിൽ കൊളൈഡ് ചെയ്യും, അല്ലെങ്കിൽ പാക്കറ്റ് തമ്മിൽ ഇന്റർഫിയർ ചെയ്യും. ഈ കൊളീഷനും ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാലും ആക്ച്വലി അതൊരു ലോസ് ആണ്. ആ ഡാറ്റ ലോസ് ആയി പോകും. പാക്കറ്റ് തമ്മിൽ കൊളൈഡ് ചെയ്താൽ ആ പാക്കറ്റ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കേണ്ടി വരും. ഓക്കെ സുഷ്മ. സോ കൊളീഷൻ ആൻഡ് ഇന്റർഫറൻസ് തന്നെയാണ് ഉണ്ടാവുക. സോ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് എങ്കിൽ കൊളീഷൻ ഒക്കെ ചെയ്യും. അങ്ങനെ കൊളീഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കറ്റ് അല്ല, ആ ഫ്രെയിം അവിടെ ലോസ് ആയി പോകും. സോ അലോഹയുടെ ഏറ്റവും വലിയ പ്രോബ്ലം ആണ് ഡാറ്റ ലോസ്. തോന്നുന്ന രീതിയിൽ ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊളീഷൻ നടക്കും. കൊളീഷൻ നടന്നാൽ ഡാറ്റ അല്ലെങ്കിൽ ഫ്രെയിംസ് ലോസ് ആയി പോകും. ആക്ച്വലി ദർ ആർ 2 വേരിയേഷൻസ് ഓഫ് അലോഹ ആസ് സെഡ്, പ്യൂർ അലോഹ ആൻഡ് സ്ലോട്ടഡ് അലോഹ. ഓരോന്നും എന്താണെന്ന് നോക്കാം. പ്യൂർ അലോഹയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കൺസെപ്റ്റ്, അതായത് അലോഹയുടെ ബേസിക് കൺസെപ്റ്റ്. ഏത് സ്റ്റേഷൻ എപ്പം ഡാറ്റ സെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നോ അവരൊന്നും നോക്കുന്നില്ല, ഡാറ്റ അങ്ങ് സെൻഡ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ സ്റ്റേഷൻ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരേ ടൈം സ്ലോട്ടിൽ ഒരേ സമയത്ത് ഒരേ ബാൻഡ് വിഡ്ത്തിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ഒരു കൊളീഷൻ ഉണ്ടാവും, ആ ഫ്രെയിം ലോസ് ആവും. എങ്ങനെയാണ് ഈ ലോസ് മനസ്സിലാക്കുക? ഒരു സ്റ്റേഷൻ ഒരു ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അക്നോളജ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫിക്സഡ് ടൈമിൻ്റെ ഉള്ളിലും ആ ഒരു അക്നോളജ്മെന്റ് തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ സ്റ്റേഷൻ മനസ്സിലാക്കും, ഓക്കെ ഞാൻ സെൻഡ് ചെയ്ത ഡാറ്റ ലോസ് ആയിപ്പോയി. അപ്പോൾ സ്റ്റേഷൻ എന്ത് ചെയ്യും? സ്റ്റേഷൻ ആ സാധനം വീണ്ടും സെൻഡ് ചെയ്യും. ബട്ട് വീണ്ടും സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു റാൻഡം ടൈം വെയിറ്റ് ചെയ്യും. എന്തിനാണ് ആ റാൻഡം ടൈം വെയിറ്റ് ചെയ്യുന്നത്? കാരണം കഴിഞ്ഞ ടൈമിൽ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കൊളൈഡ് ചെയ്ത് പോയത്. അപ്പം ഈ സ്റ്റേഷൻ മനസ്സിലാവും, ഓക്കെ എൻ്റെ ഇതേ ടൈമിൽ വേറെ ഏതോ ഒരു സ്റ്റേഷനും കൂടി അയക്കുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ വീണ്ടും അയച്ചു കഴിഞ്ഞാൽ മറ്റേ സ്റ്റേഷനും അതേപോലെ വീണ്ടും അയക്കാൻ നോക്കുന്നുണ്ടാവും, വീണ്ടും കൊളൈഡ് ചെയ്യും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കും. സോ ഒരു റാൻഡം ടൈം വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഫ്രെയിമിനെ രണ്ടാമത് വീണ്ടും അയക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ടെക്നിക് ഈസ് കോൾഡ് പ്യൂർ അലോഹ. അതായത് ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇത് ടൈമാണ്, ഇത് ഓരോ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷൻ തമ്മിൽ ഇങ്ങനെ ഡാറ്റ അയക്കുന്ന സമയത്ത് ഇവിടെ ഡാർക്ക് കളറിൽ ഇത് മാർക്ക് ചെയ്താണ്ടാ. ഈ ഡാർക്ക് കളറിൽ മാർക്ക് ചെയ്തൊക്കെ കൊളൈഡ് ചെയ്യപ്പെട്ട ഫ്രെയിമാണ്. എങ്ങനെയാണ് ഇത് കൊളൈഡ് ചെയ്യപ്പെട്ടത്? ഒന്ന് നമുക്ക് ഈ ഫേസ് ടു ഫേസ് കൊളൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സൈഡിൽ കൊളൈഡ് ചെയ്താൽ പോലും ഇപ്പം അതായത് നേരത്തെ ഇപ്പം ഈ ഡയറക്റ്റ് കൊളീഷൻ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഇന്റർഫറൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ ഇന്റർഫറൻസ് ഒരു കംപ്ലീറ്റ് കൊളൈഡ് ചെയ്യുന്നതായിരിക്കില്ല, ഫേസ് ടു ഫേസ് കൊളൈഡ് ആയിരിക്കില്ല, ഒരു സൈഡ് മാത്രം കൊളൈഡ് ചെയ്യുന്നതായിരിക്കും. ആ കേസിനും ഫ്രെയിം ലോസ് ആയത് തന്നെയാണ്. ഓക്കെ, അതായത് ഒന്നുകിൽ ഒരേ ടൈം സെൻഡ് ചെയ്യുന്നതാണ്. ഒരേ ടൈം സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഒരേ സ്റ്റേഷൻ ഒരേ ടൈം ഈ ഒറ്റൊരു ടൈമാണ് സെൻഡ് ചെയ്യുന്നത്. ഇതൊരു സ്റ്റേഷൻ, ഇത് 2 സ്റ്റേഷൻ. സോ ഇത് തമ്മിൽ കൊളൈഡ് ചെയ്യാം. ഇത് കൊളൈഡ് ചെയ്താൽ ലോസ് ആയി പോകും. അതേപോലെ ഒന്നിങ്ങനെ സെൻഡ് ചെയ്യുന്നു, അടുത്തത് ഇങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് മുകളിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമേ കൊളൈഡ് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഇതും ലോസ് ആണ് ആക്ച്വലി. അതായത് ഒന്നുകിൽ ഇങ്ങനെ കൊളൈഡ് ചെയ്യാം ഫേസ് ടു ഫേസ്, അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷൻ ഈ ഒരു ടൈമിനാണ് ആദ്യം ഈ ടൈമിൽ അയച്ചു, അടുത്തത് ഈ ഒരു ടൈമിന് അയക്കുന്നെങ്കിൽ ഇങ്ങനെയും കൊളൈഡ് ചെയ്യാം. ഇങ്ങനെ കൊളൈഡ് ചെയ്താലും ആ ഡാറ്റ ലോസ് തന്നെയാണ്. ഓക്കെ, അതാണ് ഇവിടെ ഫിഗർ കാണിച്ചിട്ടുള്ളത്. ഡിഫറൻറ്റ് സ്റ്റേഷൻ, ഇത് കൊളൈഡ് ചെയ്യുന്നുണ്ട്, ഇതും കൊളൈഡ് ചെയ്യും. ഇത് നോക്കുമ്പോൾ ഇതും കൊളൈഡ് ചെയ്യും, ഇതും തമ്മിൽ കൊളൈഡ് ചെയ്യും. ഈ സ്ലോട്ടിൽ വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ഇത് കൊളൈഡ് ചെയ്യാണ്ട് പോകും. ഈ സ്ലോട്ടിൽ വേറെ ഒന്നുമില്ല, ഇതും കൊളൈഡ് ചെയ്യാണ്ട് പോകും. ബട്ട് ഇതും കൊളൈഡ് ചെയ്യും. ഇവിടെ ഒന്നുമില്ല, ഈ സ്ലോട്ടിലൊന്നുമില്ല, ഈ സ്ലോട്ടിലൊന്നുമില്ല. സോ ഈ ഡാർക്ക് ഇതിൽ കാണിച്ചിട്ടുള്ളത് മൊത്തം കൊളൈഡ് ചെയ്യുന്ന പാക്കറ്റ്സ് ആണ്. അങ്ങനെയുള്ള ഫ്രെയിംസ് ഒക്കെ ലോസ് ആയി പോകും. അങ്ങനെ ലോസ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്റ്റേഷൻ ഒരു റാൻഡം ടൈം വെയിറ്റ് ചെയ്യും. റാൻഡം ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ആ പാക്കറ്റ്സിനെ അല്ലെങ്കിൽ ആ ഫ്രെയിമിനെ വീണ്ടും സെൻഡ് ചെയ്യുക. എന്തുകൊണ്ടായിരുന്നു റാൻഡം ടൈം വെയിറ്റ് ചെയ്യുന്നത്? സെയിം ടൈം തന്നെ അയക്കുകയാണെങ്കിൽ ആ കൊളൈഡ് ചെയ്യപ്പെട്ട സ്റ്റേഷനും ആ ടൈം ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് വീണ്ടും കൊളൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു റാൻഡം ടൈം, ആ റാൻഡം ടൈം ഓരോ സ്റ്റേഷനും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരു സ്റ്റേഷൻ 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അയക്കുന്നതെങ്കിൽ അടുത്ത സ്റ്റേഷൻ ഒരു 3 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും അയക്കുന്നുണ്ടാവും. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് റാൻഡം ടൈം. ഇത് റാൻഡം ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് സ്റ്റേഷൻ പിന്നെ അയക്കുന്നുണ്ടാവുക. ദാറ്റ് കൈൻഡ് ഓഫ് അലോഹ ഇസ് കോൾഡ് പ്യൂർ അലോഹ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് പ്യൂർ അലോഹ. നൗ സ്ലോട്ടഡ് അലോഹ. വാട്ട് ഈസ് സ്ലോട്ടഡ് അലോഹ? പ്യൂർ അലോഹയിൽ എൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ കൊളീഷൻ ഉണ്ടാകാൻ ചാൻസ്. കാരണം എന്താ? ഒരു ടൈം ഇൻ്റർവെല്ലും ഇല്ലാണ്ട്, ഒരു ടൈം സ്ലോട്ടും ഇല്ലാണ്ട് ഓരോ സ്റ്റേഷനും തോന്നുന്ന സമയത്താണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. സോ ദർ ഇസ് എ മാക്സിമം ചാൻസ് ഫോർ ഒക്കറിങ് കൊളീഷൻ. അതിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് സ്ലോട്ടഡ് അലോഹ. അപ്പോൾ ഈ സ്ലോട്ടഡ് അലോഹ എന്ന് പറയുന്നത് ചാനലിൻ്റെ ടൈമിനെ നമ്മൾ ഓരോ സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ആ ടൈം സ്ലോട്ടിൽ മാത്രമേ ഒരു സ്റ്റേഷന് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് തോന്നുന്ന പോലെയാണ് സെൻഡ് ചെയ്യുന്നത്, ഒരു ടൈം സ്ലോട്ട് ഒന്നുമില്ല. ബട്ട് ഇൻ കേസ് ഓഫ് സ്ലോട്ടഡ് അലോഹ ഓരോ ടൈമിനെയും ഓരോ സ്ലോട്ട് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ടൈം സ്ലോട്ടിൽ മാത്രമേ ഡാറ്റയെ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ടൈം സ്ലോട്ട് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ടൈം സ്ലോട്ടിൽ മാത്രമേ ഡാറ്റ ഓരോ സ്റ്റേഷനും സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ സ്ലോട്ടഡ് ടൈം ആക്കിയിട്ട് സെൻഡ് ചെയ്യുന്നതിനാണ് സ്ലോട്ടഡ് അലോഹ എന്ന് പറയുക. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? പ്യൂർ അലോഹയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൊളിഷൻ ഉണ്ടാവുമോ? ഓഫ് കോഴ്സ് ഇവിടെയും കൊളിഷൻ ഉണ്ടാവും. ബട്ട് പ്യൂർ അലോഹേൻ്റെ അകത്തുള്ള ഒരു പ്രോബ്ലം നമുക്കിവിടെ സോൾവ് ചെയ്യാൻ പറ്റും. ഏത് പ്രോബ്ലമാണ് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റുക? ഇത് സ്ലോട്ടഡ് അലോഹ പ്യൂർ അലോഹേൻ്റെ അകത്തുള്ള ഏത് പ്രോബ്ലമാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? എന്ത് കൊളിഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? ഞാൻ നേരത്തെ 2 ടൈപ്പ് കൊളിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏത് കൊളിഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? ഞാൻ ഈ ഒരു ഫിഗർ വരച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിഗറിൻ്റെ അകത്ത് നമുക്ക് ഒരു ടൈപ്പ് കൊളിഷൻ സ്ലോട്ടഡ് അലോഹേൻ്റെ അകത്ത് ഒഴിവാക്കാൻ പറ്റും. എന്ത് ടൈപ്പ് കൊളിഷനാണ് നമുക്ക് സ്ലോട്ടഡ് അലോഹയിൽ ഒഴിവാക്കാൻ പറ്റുക? ഒന്ന് ഇങ്ങനെയുള്ള കൊളിഷൻ, ഒന്ന് ഇങ്ങനെയുള്ള കൊളിഷൻ. ഇതാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക. ഒന്ന് റെസ്പോണ്ട് ചെയ്ത് പെട്ടെന്ന്. പേടിയില്ല. നമ്മൾ 2 ടൈപ്പ് കൊളിഷൻ പറഞ്ഞില്ലേ? ഒരു കൊളിഷൻ എന്നാ, ഒന്ന് ഫേസ് ടു ഫേസ് കൊളിഷൻ, ഒന്ന് ഈ സൈഡിൽ പോലെ, അതായത് ഇങ്ങനെയൊക്കെ തട്ടുന്ന കൊളിഷൻ. ഈ ടൈപ്പ് കൊളിഷൻ നമുക്ക് സ്ലോട്ടഡ് അലോഹയിൽ ഒഴിവായിക്കൂടെ? എങ്ങനെ ഒഴിവാക്കുക? കാരണം പ്യൂർ അലോഹേൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്? നമുക്ക് തോന്നുന്ന രീതിയിലാണ് അയക്കുന്നത്. സോ ഇങ്ങനെയുള്ള സൈഡ് ടു സൈഡ് കൊളിഷൻ ഉണ്ടാവും. ബട്ട് സ്ലോട്ടഡ് അലോഹേൻ്റെ കേസിൽ ഒരു ടൈം സ്ലോട്ടിൽ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ടൈം സ്ലോട്ടിൽ അയക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ സൈഡിലുള്ള പാർട്ടിലുള്ള കൊളിഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം ഇതൊരു ടൈം സ്ലോട്ടാണ്. അന്നേരം ഒരു സ്റ്റേഷൻ അയക്കാൻ പറ്റും. ഇവിടെ അടുത്ത സ്റ്റേഷൻ അല്ലെങ്കിൽ സ്റ്റേഷൻസിൽ ഏത് സ്റ്റേഷൻസിലും ഏത് ടൈം സ്ലോട്ട് അയക്കാൻ പറ്റും. ബട്ട് ഈ ടൈം സ്ലോട്ടിന് മാത്രമേ അയക്കാൻ പറ്റൂ, അല്ലാതെ ഇതിന്റെ മിഡിലൊന്നും അയക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് സൈഡ് ടു സൈഡ് കൊളിഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ബട്ട് ഒരേ ടൈം സ്ലോട്ടിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേഷൻസ് ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എന്തായാലും ഫേസ് ടു ഫേസ് കൊളിഷൻ നടക്കും. അതും ഇവിടെ നടക്കും. ബട്ട് പ്യൂർ അലോഹേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആ സൈഡ് ടു സൈഡ് കൊളിഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഫിഗർ നോക്കുക, ഇവിടെ ഇപ്പം ഇത് ഒരേ ടൈം സ്ലോട്ടിലാണ് അയച്ചിട്ടുള്ളത്, ഇതും ഒരേ ടൈം സ്ലോട്ട് അയച്ചിട്ടുള്ളത്. അതാണ് ഡാർക്ക് കാണിച്ചിട്ടുള്ളത്. അത് ലോസ് തന്നെയാണ്. പക്ഷേ പ്യൂർ അലോഹയിലുള്ള പോലെ ഈ സൈഡ് ടു സൈഡ് കൊളിഷൻ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഓരോ ടൈം സ്ലോട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഒരു സ്റ്റേഷന് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതിൽ അങ്ങനെ ആയിരുന്നില്ല. അതായത് സ്ലോട്ടഡ് അലോഹയിനകത്ത് ഒന്ന് ഇവിടെ ഈ ടൈം സ്ലോട്ടിലാണെങ്കിൽ ആ ടൈം സ്ലോട്ടിൽ അയക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി അടുത്ത ടൈം സ്ലോട്ട് വരെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് അയക്കാൻ പറ്റുള്ളൂ. പക്ഷെ മറ്റേതിൽ അങ്ങനെയായിരുന്നില്ല. മറ്റേതിൽ ഇവിടെ ഒന്ന് അയക്കുമ്പോൾ അതിന്റെ പേരിക്കും തന്നെ വേണമെങ്കിൽ ആ ടൈമിൽ മറ്റേ സ്റ്റേഷൻ വന്ന് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. സോ ഇൻ സ്ലോട്ടഡ് അലോഹ വി ക്യാൻ റെഡ്യൂസ് ദ സൈഡ് ടു സൈഡ് കൊളിഷൻ. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യുക. ആ കൺസെപ്റ്റ് മനസ്സിലായോ? പ്യൂർ അലോഹ, സ്ലോട്ടഡ് അലോഹ ഡിഫറൻസ് മനസ്സിലായോ? വോയിസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് മനസ്സിലായോ എങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ബാക്കിയുള്ള ആൾക്കാർ ദിവസം പറയാനാക്കണ്ട. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. Okay, so that's about Aloha. There are 2 types of Aloha, pure Aloha and slotted Aloha. Pure Aloha station ഏത് സമയത്താണോ സെൻഡ് ചെയ്യേണ്ടത് സ്റ്റേഷൻ ആ സമയത്ത് തന്നെ സെൻഡ് ചെയ്യാം. ബട്ട് ഇൻ സ്ലോട്ടഡ് അലോഹ ഒരു പെർട്ടിക്കുലർ ടൈം സ്ലോട്ട് ഉണ്ടാവും. ആ ടൈം സ്ലോട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ, അല്ല ടൈം സ്ലോട്ടിൽ മാത്രമേ ഓരോ സ്റ്റേഷനും സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. So in pure Aloha there is a chance of both head to head collision and side to side collision. But in slotted Aloha only head to head collision will be there. The side to side collision can be avoided. So അലോഹനെക്കാട്ടും കുറച്ചുകൂടി പെർഫോമൻസ് കൂടിയതാണ് സ്ലോട്ടഡ് അലോഹ. ഓക്കെ, സോ ദ തേർഡ് വൺ ഈസ് കാരിയർ സെൻസ് മൾട്ടിപ്ലാക്സസ്, CSMA. CSMA ഇത്രയേ ഉള്ളൂ. ഈ അലോഹ പോലെ തന്നെ
ഈ അലോഹേനെക്കാട്ടും കുറച്ചുകൂടി ഇത് ഇമ്പ്രൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് CSMA കൊണ്ടുവന്നത്. പേര് തന്നെ ഉണ്ട് കാരിയർ സെൻസ് മൾട്ടിപ്ലക്സസ്. കാരിയറിനെ കൂടി ഒന്ന് സെൻസ് ചെയ്യും. കാരിയർ മീൻസ് ആ ചാനലിനെ കൂടി ഒന്ന് സെൻസ് ചെയ്യും. അതായത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ എല്ലാം ഓക്കെ ആണ് എന്ന് കണ്ടാൽ പോലും ചാനലിനെ ഒന്ന് നോക്കും, ബിസി ആണോ. ചാനൽ ബിസി ആണെങ്കിൽ അതിന്റെ അർത്ഥം ചാനലിൽ വേറെ എന്തോ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇപ്പൊ ഞാൻ വീണ്ടും സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഒക്കറിങ് കൊളീഷൻ, മേ ബി ഹെഡ് ടു ഹെഡ് കൊളീഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈവൻ ഞാൻ ടൈം സ്ലോട്ടിലാണ് അയക്കുന്നതെങ്കിൽ പോലും ഹെഡ് ടു ഹെഡ് കൊളീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ചാനലൊന്ന് ഐഡിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ബിസി ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ബിസി അല്ല ഐഡിയൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ സമയം ഇത് സെൻഡ് ചെയ്യുക. അങ്ങനെ സെൻഡ് ചെയ്യുന്നതിനെയാണ് കാരിയർ സെൻസ് മൾട്ടിപ്ലക്സസ് എന്ന് പറയുന്നത്. സിമ്പിൾ കൺസെപ്റ്റ്, നമ്മൾ നേരത്തെ പഠിച്ച അതേ സംഭവം തന്നെ, ബട്ട് ഇവിടെ കാരിയറിനെ കൂടി ഒന്ന് സെൻസ് ചെയ്യുന്നു. കാരിയറിനെ സെൻസ് ചെയ്യാൻ മീൻസ് ചാനൽ ഐഡിയലാണോ അല്ലെങ്കിൽ ബിസി ആണോ ചെക്ക് ചെയ്യുന്നു. ബിസി ആണെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് ചാനൽ ഐഡിയൽ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഇപ്പം ഞാൻ അയച്ചു കഴിഞ്ഞാൽ എന്തായാലും പോയി കൊളൈഡ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്, അല്ലെ കുറച്ച് ഡാറ്റ എങ്കിലും കൊളൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഐഡിയൽ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതാണ് കാരിയർ സെൻസ് മൾട്ടിപ്ലക്സസ്. കാരിയറിനെ സെൻസ് ചെയ്യുക, ചാനലിനെ സെൻസ് ചെയ്യുക. ഓക്കെ, ദർ ആർ മെയിൻലി 3 ടൈപ്സ്: വൺ പെർസിസ്റ്റന്റ്, നോൺ പെർസിസ്റ്റന്റ്, പി പെർസിസ്റ്റന്റ്. ജസ്റ്റ് നെയിം ഒന്ന് ആലോചിച്ചാൽ മതി. ഇത്രയും ഡിഫറെന്റ് ടൈപ്പ് CSMA ഉണ്ട്. നമുക്കൊരു ഡയഗ്രാം വൈസ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യണോ, ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ചാനൽ ഐഡിയൽ ആണോ നോക്കുന്നു. ഐഡിയൽ ആണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക, ഐഡിയൽ അല്ലെങ്കിൽ വീണ്ടും ഇവിടെ വെയിറ്റ് ചെയ്യുക. വീണ്ടും ഐഡിയൽ ആവുന്നത് വരെ ചെക്ക് ചെയ്ത് കൊടുക്കുക. ചാനൽ ഐഡിയൽ ആണോ ചെക്ക് ചെയ്യുക. ഐഡിയൽ ആണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ദിസ് ഈസ് CSMA എന്ന് പറയുന്ന ബേസിക് കൺസെപ്റ്റ്. കാരിയർ സെൻസ് മൾട്ടിപ്ലക്സസ് അല്ലെങ്കിൽ ചാനലിനൊന്ന് സെൻസ് ചെയ്യാം. കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്തായാലും ലാസ്റ്റ് ഒന്ന് മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നതാണ് ഈ റാൻഡം ആക്സസ് പ്രോട്ടോകോൾ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈ CSMA/CD. CSMA കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് CSMA/CD, കാരിയർ സെൻസ് മൾട്ടിപ്ലക്സസ് വിത്ത് കൊളീഷൻ ഡിറ്റക്ഷൻ. കൊളീഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാരിയറിനെ സെൻസ് ചെയ്തു, ഐഡിയൽ ആണെന്ന് കണ്ടു, നമ്മളൊരു ഇത് ചാനൽ അല്ലെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ബട്ട് മേ ബി ചാനലിൻ്റെ കുറച്ച് ദൂരെ അല്ലെങ്കിൽ ഓൾറെഡി സെൻഡ് ചെയ്ത ഡാറ്റ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് ഒരു ജാം അല്ലെങ്കിൽ ഒരു കൊളീഷൻ ഉണ്ടായി എന്നിരിക്കാം. ഓക്കെ, അതായത് ഓക്കെ, ആദ്യം കൺസെപ്റ്റ് പറയാം, എന്നിട്ടൊരു അത് റിലേറ്റ് ചെയ്തിട്ട് പറയാം. അപ്പം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ആ ചാനലിൻ്റെ വേറെ എവിടെയെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കൊളീഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സിഗ്നൽ ഇത് അവിടെ നിന്ന് വിടും. അതിനെയാണ് ജാം സിഗ്നൽ എന്ന് പറയുക. ഈ ജാം സിഗ്നൽ കാണുമ്പോൾ ബാക്കിയുള്ള സ്റ്റേഷൻസിനൊക്കെ ഈ ജാം സിഗ്നൽ വിടും. അങ്ങനെയുള്ള ജാം സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേഷൻസ് മനസ്സിലാക്കും, ഓക്കെ ഇപ്പം നമ്മൾ ഐഡിയൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് ദൂരെയുള്ള ഏതൊരു ലൊക്കേഷൻ്റെ അത് ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്തെത്തുമ്പോൾ എൻ്റെ ഡാറ്റ എന്തായാലും ലോസ് ആയി പോകും. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ അയക്കണ്ട, കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ സമയം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അയക്കുന്നുണ്ടാവുക. അതായത് കൊളീഷനെ ഡിറ്റക്ട് ചെയ്തിട്ട് ആ കൊളീഷനെ ബാക്കിയുള്ള ചാനൽസിനെ സ്റ്റേഷൻസിനെ അറിയിക്കുക. അതാണ് CSMA വിത്ത് കൊളീഷൻ ഡിറ്റക്ഷൻ. ഫോർ എക്സാമ്പിൾ, റിയൽ ടൈം എക്സാമ്പിൾ, ഇപ്പം നമുക്ക് മട്ടന്നൂർ പോകണം. നമ്മൾ ഉരുവച്ചാൽ വരെയുള്ള സ്ഥലമൊക്കെ നോക്കുമ്പോൾ ഏകദേശം പ്രശ്നങ്ങളൊന്നും ഇല്ല, റോഡൊക്കെ നല്ല രീതിയിൽ തോന്നുന്നില്ല. ആ സമയം നമ്മൾ സെൻഡ് ചെയ്യുന്നതാണ് CSMA എന്നുള്ള രീതിയിൽ. ബട്ട് ആക്ച്വലി മട്ടന്നൂർ എത്തുന്നതിനെ കുറച്ച് മുന്നേ അവിടെ എന്തോ ഭയങ്കര ട്രാഫിക് ഉണ്ടായിട്ടുണ്ട്, ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാലും അവിടെ എത്തിയാലും എന്തായാലും ബ്ലോക്ക് ആയി പോകും. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഒരു ഇൻഫർമേഷൻ കൊടുക്കും, ഓക്കെ നിങ്ങളിപ്പം വിടണ്ട, ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പം വിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ എത്തുമ്പോൾ വീണ്ടും ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ കൊടുക്കും. ദാറ്റ് ഈസ് കോൾഡ് ജാം സിഗ്നൽ. ഓക്കെ, ജസ്റ്റ് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്, ഇത് വെച്ച് നിങ്ങൾക്ക് ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. സോ ദിസ് ഈസ് കോൾഡ് CSMA/CD. CSMA തന്നെ, ബട്ട് ചാനലിനെ സെൻസ് ചെയ്യുക മാത്രമല്ല, എന്തെങ്കിലും ഒരു ഇഷ്യൂ വേറെ എവിടെയെങ്കിലും ഒരു കൊളീഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കൊളീഷൻ ഉണ്ടായ കാര്യം ബാക്കിയുള്ള സ്റ്റേഷൻസിനെ അറിയിക്കുക ബൈ യൂസിങ് എ ജാം സിഗ്നൽ. ആ ജാം സിഗ്നൽ വഴി അറിയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേഷൻസ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അത് മാറിയതിന് ശേഷമായിരിക്കും അയക്കുന്നുണ്ടാവുക. നമ്മൾ ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും നമ്മളെ CSMA ആണ്. ഫസ്റ്റ് പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടോ, ഐഡിയൽ ആണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. കൊളീഷൻ നടന്നിട്ടുണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യും. കൊളീഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ബാക്കിയുള്ളവർക്ക് പാസ് ചെയ്യും. അതുകൊണ്ട് ബാക്കിയുള്ള സ്റ്റേഷൻസും സെൻഡ് ചെയ്യാണ്ട് നിൽക്കും. കൊളീഷൻസ് ഒന്നും ഇല്ലാത്ത കേസിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് കംപ്ലീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തതിനു ശേഷം എൻഡ് ചെയ്യുന്നു. ദിസ് ഈസ് CSMA/CD. ഒന്നുകൂടി ഇത്രയും പാർട്ട് CSMA തന്നെ. ഐഡിയൽ ആണോ,
ട്രാൻസ്മിറ്റ് ചെയ്യാൻ നോക്കുന്നു. ട്രാൻസ്മിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കൊളീഷൻ കൂടിയിട്ട് നോക്കും. എന്തെങ്കിലും ഒരു കൊളീഷൻ അല്ലെങ്കിൽ ജാം സിഗ്നൽ വന്നിട്ടുണ്ടോ. ജാം സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും നേരം പിന്നെയും വെയിറ്റ് ചെയ്യും. ജാം സിഗ്നൽ ഒന്നും ഇല്ല എങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും ലാസ്റ്റ് ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് CSMA/CD കൊളീഷൻ ഡിറ്റക്ഷൻ. CSMA/CD ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ? CSMA മീൻസ് കാരിയറിനെ സെൻസ് ചെയ്യുന്നു. CSMA/CD മീൻസ് കാരിയറിനെ സെൻസ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു ഡിസ്റ്റന്റ് ലൊക്കേഷനിൽ ഒരു ട്രാഫിക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കൂടി കൺസിഡർ ചെയ്തിട്ട് ഒന്നുകൂടി വെയിറ്റ് ചെയ്തിട്ട് അയക്കുക, അല്ലെങ്കിൽ അതും കൂടി നോക്കിയിട്ട് അയക്കുക. ഓക്കെ, ആ ഒരു റിലേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് അത് ഈസിലി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഒന്നുകൂടി ഉണ്ട്, നമുക്ക് അതുകൂടി നോക്കിയിട്ട് ഈ ടോപ്പിക് ഇപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. CSMA/CA, CSMA വിത്ത് കൊളീഷൻ അവോയ്ഡൻസ്. കൊളീഷൻ അവോയ്ഡൻസ് മീൻസ് ഇപ്പം വയർലെസ് നെറ്റ്വർക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊളീഷൻ എന്ന് പറയുന്ന സംഭവം ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, വയർലെസ് നെറ്റ്വർക്ക് ആണെങ്കിൽ കൊളീഷൻ ഡിറ്റക്ഷൻ നടത്താൻ ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു സിറ്റുവേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൊളീഷൻ അവോയ്ഡൻസ്. കൊളീഷൻ ഡിറ്റക്ട് ചെയ്തിട്ട് ഉണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടും കൊളീഷൻ വരാത്ത രീതിയിൽ നോക്കുക. ഓക്കെ, സോ അതാണ് CSMA/CA. എസ്പെഷ്യലി ദിസ് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് വയർലെസ് നെറ്റ്വർക്ക്. Okay, and there are mainly 3 concepts: interframe space, contention window, acknowledgement. ഇത് മൂന്നിന്റെയും കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു റാൻഡം ടൈം കൂടി എക്സ്ട്രാ വെയിറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ചാനൽ ഐഡിയയിലാണ് നോക്കി കൊളീഷൻ ഉണ്ടോ നോക്കി, കൊളീഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് സെൻഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ കൊളീഷനെ ഡിറ്റക്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ല. അപ്പൊ ഇവിടെ എന്താ ചെയ്യാൻ മീൻസ് ചാനൽ ഐഡിയൽ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാലും ഒരു റാൻഡം ടൈം കൂടി എക്സ്ട്രാ വെയിറ്റ് ചെയ്യുക. ആ സമയത്തും ചാനൽ ഐഡിയൽ ആയിട്ട് തന്നെ കാണുന്നെങ്കിൽ മാത്രം സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സെൻഡ് ചെയ്യാതിരിക്കുക. ഇതാണ് ഈ ഒരു കൺസെപ്റ്റ്. ഇതിന് 3 ടൈപ്പ് ഉണ്ട്: ഇന്റർഫ്രെയിം സ്പേസ്, കണ്ടൻഷൻ വിൻഡോ ആൻഡ് അക്നോളജ്മെന്റ്. ഈ ഇന്റർഫ്രെയിം സ്പേസ്, കണ്ടൻഷൻ വിൻഡോ എന്നൊക്കെ പറയുന്നത് ഒരു റാൻഡം പീരീഡ് ഓഫ് ടൈം ആണ്. അതായത് ഒരു റാൻഡം പീരീഡ് ഓഫ് ടൈമിൻ്റെ അകത്ത് ഇത് വെയിറ്റ് ചെയ്യും. എന്നിട്ട് ആ ടൈമിലും ഇത് ഐഡിയൽ ആണെങ്കിൽ മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യുള്ളൂ. നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ട്രാൻസ്മിറ്റ് ചെയ്യണോ, ഐഡിയൽ ആണോ, ഇത്രയും പാർട്ട് CSMA തന്നെ. വീണ്ടും ഒരു റാൻഡം ടൈം കൂടി വെയിറ്റ് ചെയ്യും. ആ ടൈമിലും ചാനൽ ഐഡിയൽ ആണെങ്കിൽ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ല എങ്കിൽ വെയിറ്റ് ചെയ്യുക. ഇതാണ് CSMA/CA. ഓക്കെ, സോ ഇത്രയുമാണ് റാൻഡം ആക്സസ് പ്രോട്ടോക്കോളിൽ വരുന്നത്: അലോഹ, CSMA, CSMA/CA and CSMA/CD. That Aloha is again classified into pure Aloha and slotted Aloha. Pure Aloha means ഏതൊരു സ്റ്റേഷനും അതിന് തോന്നുന്ന സമയത്ത് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. ടൈം സ്ലോട്ടോ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റും ഇല്ല. തോന്നുന്ന സമയത്ത് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. സോ ദർ ഈസ് എ ഹൈ ചാൻസ് ഓഫ് occurring collision between the data sent by different stations. That can be either head-to-head collision or collision. To improve this performance of the pure Aloha, we introduced slotted Aloha. In slotted Aloha, the channel or the station data send time is divided into different slots, and a station can send data only at a particular time slot. ഒരു ടൈം സ്ലോട്ട് കഴിഞ്ഞാൽ അടുത്ത ടൈം സ്ലോട്ടിൽ മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ ദാറ്റ് കേസ് വി ക്യാൻ അവോയ്ഡ് ഹെഡ്-ടു-ഹെഡ്. വി കനോട്ട് അവോയ്ഡ് ഹെഡ്-ടു-ഹെഡ് കൊളിഷൻ, ബട്ട് വി ക്യാൻ അവോയ്ഡ് side-to-side collision. Okay. In order to improve the performance of Aloha, we introduced carrier sense multiple access CSMA. In CSMA, the carrier is also sensing by the station. Data send ചെയ്തതിന് മുന്നേ carrier കൂടി ഒന്ന് സെൻസ് ചെയ്യുന്നു. കാരിയർ ഐഡിയൽ ആണെങ്കിൽ മാത്രം സെൻഡ് ചെയ്യുന്നു, അല്ല എങ്കിൽ ഐഡിയൽ ആകുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. കാരണം ഐഡിയൽ എല്ലാം ബിസി ആണെങ്കിൽ സെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, എന്തായാലും ഒരു കൊളീഷൻ ഉണ്ടാവും. ദാറ്റ്സ് കോൾഡ് CSMA. ദെൻ ഈ ഒരു ഡയഗ്രം ഒന്ന് ആലോചിച്ച് നോക്കുക. CSMA നീഡ് ടു ട്രാൻസ്മിറ്റ് ആണെങ്കിൽ ഐഡിയൽ ആണോ ചെക്ക് ചെയ്യുന്നു, അല്ല എങ്കിൽ വെയിറ്റ് ചെയ്യുന്നു, ആണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ CSMA/CD is an improved version of CSMA with collision detection. Even if we find a channel is ideal, there is a chance of occurring collision in the later state of that channel. So അങ്ങനെ എന്തെങ്കിലും ഒരു കൊളീഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക സിഗ്നൽ അല്ലെങ്കിൽ പ്രത്യേക ഇൻഫർമേഷൻ ബാക്കിയുള്ള സ്റ്റേഷൻസിന് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് സിഗ്നൽ ഇസ് കോൾഡ് ജാം സിഗ്നൽ.
ദാറ്റ് ജാം സിഗ്നൽ അലേർട്ട് അതർ സ്റ്റേഷൻ. ബാക്കിയുള്ള സ്റ്റേഷൻസിനെ അലേർട്ട് ചെയ്യും. ബാക്കിയുള്ള സ്റ്റേഷൻസ് എന്ത് ചെയ്യും? ആ ടൈമിൽ സെൻഡ് ചെയ്യാണ്ട് വീണ്ടും കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യും. ഓക്കെ, ജാം സിഗ്നലൊക്കെ മാറി അല്ലെങ്കിൽ കൊളീഷൻ ഒക്കെ മാറി അതൊന്ന് ഐഡിയയിലാകുന്നവരെ വീണ്ടും വെയിറ്റ് ചെയ്യും. But this collision detection cannot be implemented in the case of wireless network. Wireless network in the case implement ചെയ്യാൻ പറ്റില്ല. There we can only perform collision avoidance. Collision avoidance means ഐഡിയൽ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ വീണ്ടും വെയിറ്റ് ചെയ്യുക, ഒരു റാൻഡം ടൈം വെയിറ്റ് ചെയ്യുക. ഇവിടെയും റാൻഡം എന്നുള്ള ടൈം ഈ നെയിം ആലോചിക്കുക. റാൻഡം മീൻസ് ഓരോ സ്റ്റേഷനും ഓരോന്നായിരിക്കും. എല്ലാ സ്റ്റേഷനും ഒരേപോലെയല്ല വെയിറ്റ് ചെയ്യുക. ഒരു സ്റ്റേഷൻ ചിലപ്പോൾ 1 സെക്കൻഡ്, അടുത്ത സ്റ്റേഷൻ ചിലപ്പം 2 സെക്കൻഡ്, അങ്ങനെയൊക്കെ ആയിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ റാൻഡം ടൈം വെയിറ്റ് ചെയ്തിട്ടും ഐഡിയൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ മാത്രം ഡാറ്റ സെൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് CSMA/CA, collision avoidance. And that CSMA/CA is classified into interframe space, contention window and acknowledgement. എല്ലാത്തിനെയും കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു റാൻഡം ടൈം വെയിറ്റ് ചെയ്യുക. അക്നോളജ്മെന്റ് മീൻസ് ഒരു അക്നോളജ്മെന്റ് വരുന്ന വരെയുള്ള റാൻഡം ടൈം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ദീസ് ആർ ദി random access protocol. And this random access protocol, as said, random access protocol does not have a control station. ഇവിടെ ഒന്നും ഒരു കൺട്രോൾ ചെയ്യുന്നില്ല. ഓരോ സ്റ്റേഷനും തീരുമാനിക്കുക എപ്പോൾ അയക്കണം വണ്ടി എന്നുള്ളത് സ്റ്റേഷനായിട്ടും തീരുമാനിക്കുന്നുണ്ടാവുക. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് റാൻഡം ആക്സസ് പ്രോട്ടോകോൾ. ഈ കൺസെപ്റ്റുകൾ ഓക്കെ ആണോ? ഇത് ക്ലിയർ ആവണം. കാരണം അടുത്തതിൻ്റെ അകത്ത് നമ്മൾ ബാക്കിയുള്ള 2 ആയിരിക്കും മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അത് സിമ്പിളാണ്, പെട്ടെന്ന് കഴിയുന്നതാണ്. ഇതാണ് കുറച്ചെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാവുന്ന ഒരു ടോപ്പിക്. ഓക്കെ, സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് തന്നെയാണ് 10:40. അതോടുകൂടി നമുക്ക് ഈ ഒരു മാക്സ് സബ് ലെയർ എന്നുള്ള കൺസെപ്റ്റ് കംപ്ലീറ്റ് തീർക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം ചോദിക്കാം. ഓക്കെ, ഇപ്പം പറഞ്ഞതല്ലേ. സോ ഇപ്പം നിങ്ങൾ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, അഭിനവ്, ആദർശ്, അദ്വൈത്, അജ്മൽ, അഖിൽ, അനഘ, അഞ്ജലി. Present, sir. ഓക്കെ, അനുഗ്രഹ, ഹാത്തിൻ, അതുൽ, ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, ഫിനാൻ, ഇജാസ്, നഫ. Present, sir. ഓക്കെ, ഇജാസ്, നേഹ, നിതിൻ, Present, sir. Present, sir. പ്രണവ്, പ്രണവ്സി, പ്രണവ്, റൈസ, റസാന, ആബ്സെന്റ് ആണോ? റസാന ഉണ്ടല്ലോ. റസ്വിൻ, റോഷൻ, സഹല, ബി. Present, sir. ഓക്കെ, സഹല എൻ. ഓക്കെ, സംഗീത്, സാരംഗ്, ഷാരു. Present, sir. സാരംഗ്, ഷാരുൺ ആബ്സെന്റ്. ശ്രദ്ധ, വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ. ഓക്കെ, സോ അടുത്ത ഒരു അവർ കൂടി ഉണ്ട്, 10:40. ഓക്കെ, ബൈ, താങ്ക് യു.